ഹലോ, ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതിനെ നേരിടാൻ നമ്മൾ എന്തെല്ലാം വഴികൾ നോക്കിയിട്ടുണ്ടാകും അല്ലേ? പക്ഷേ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായ ഒരു രീതിയാണെങ്കിലോ? അപ്പോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബാരെ മെക്ഡൊനാഗിന്റെ ഡേർ എന്ന പുസ്തകത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരാശയത്തെക്കുറിച്ചാണ്. ഉത്കണ്ഠയെ പേടിച്ച് ഓടുന്നതിനു പകരം അതിനെങ്ങനെ ധൈര്യമായിട്ട് നേരിടാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! സ്വന്തം മനസ്സ് തന്നെ നമുക്കൊരു ശത്രുവാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കെണി പോലെ, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? ഉത്കണ്ഠയോടുള്ള നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഈ ഉത്കണ്ഠയുടെ കെണിയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്? നമ്മൾ ഇതിനോട് പോരാടും തോറും ഇത് കൂടുതൽ കൂടുതൽ ശക്തമാവുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്കതിന്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതിന്റെ പിന്നിൽ ശരിക്കും വിചിത്രമായി തോന്നുന്നൊരു സത്യമുണ്ട്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ. ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന്? അഥവാ എനിക്ക് നിയന്ത്രണം പോയാലോ? അഥവാ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പാനിക് അറ്റാക്ക് വന്നാലോ? അഥവാ ഈ ഉത്കണ്ഠ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ തുടർന്നാലോ? ഈ അഥവാ അല്ലെങ്കിൽ വാട്ട് ഇഫ് ചോദ്യങ്ങൾ, ഇതാണ് ശരിക്കും പ്രശ്നം. ഇതാണ് ആങ്സൈറ്റിയുടെ തീയിലേക്ക് എണ്ണയൊഴിക്കുന്നത്. ഓരോ ചോദ്യവും അടുത്ത ചോദ്യത്തിലേക്ക്. അതങ്ങനെ ഒരു അവസാനമില്ലാത്ത ചങ്ങല പോലെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് ആങ്സൈറ്റി ലൂപ്പ് അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ വലയം എന്ന് പറയുന്നത്. ഒരു പൂഴിക്കുഴയിൽ വീണാൽ എന്ത് സംഭവിക്കും? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എത്രയധികം കൈകാലിയിട്ട് അടിക്കുന്നുവോ അത്രയും ആഴത്തിലേക്ക് താഴ്ന്നുപോകും. ശരിയല്ലേ? ഉത്കണ്ഠയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. ഭയം എന്ന ആ വികാരത്തെ തന്നെ നമ്മൾ ഭയക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത്. ആ ഭയമാണ് കൂടുതൽ ഭയത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ പേടിക്കുമ്പോൾ ശരീരം കൂടുതൽ അഡ്രിനാലിൻ ഉണ്ടാക്കും. അത് നമ്മുടെ പേടി പിന്നെയും കൂട്ടും. ഇതൊരു വിഷമവൃത്തമാണ്. ഓക്കെ, അപ്പോ ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? അതിനൊരു വഴിയുണ്ട്. പക്ഷെ അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല. തികച്ചും വിപരീതമായൊരു വഴിയാണ്. വെറുതെ ഉത്കണ്ഠയെ മാനേജ് ചെയ്യാൻ നോക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ശരിക്കും ഹീൽ ചെയ്യാം, അതായത് പൂർണ്ണമായി സുഖപ്പെടുത്താം, അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഈ ഒരു വാചകം നോക്കൂ. കപ്പൽ തുറമുഖത്ത് സുരക്ഷിതമാണ്. പക്ഷേ അതിനല്ലല്ലോ കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. എപ്പോഴും സുരക്ഷിതമായി ഒരിടത്ത് ഒതുങ്ങിക്കൂടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല. ഉത്കണ്ഠ നമ്മളോട് പറയും, പുറത്തു പോകണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതിയെന്ന്. ആ ഒരു കംഫർട്ട് സോണിൽ നമ്മളെ തളച്ചിടാൻ നോക്കും. പക്ഷേ ആ സുരക്ഷിത താവളം വിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഇവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. പഴയ രീതി എന്തായിരുന്നു? ഉത്കണ്ഠയെ നിയന്ത്രിക്കുക, അതിൽ നിന്നൊളിച്ചോടുക, അതിനെ ഒഴിവാക്കുക. പക്ഷേ ഡെയർ നമ്മളോട് പറയുന്നത് നേരെ തിരിച്ചാണ്. അതിനെ അംഗീകരിക്കുക, അതിലൂടെ കടന്നുപോവുക, ജീവിതത്തിൽ വീണ്ടും ഇടപെടുക. കാരണമെന്താന്ന് വെച്ചാൽ, ഒന്നിനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള ഭയം പതിയെ ഇല്ലാതാവും. ആ ഭയം പോകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. അപ്പോ ഈ പുതിയ വഴിയുടെ പേരാണ് ഡെയർ. ഇത് 4 സ്റ്റെപ്പുകളുള്ള വളരെ സിമ്പിളായൊരു രീതിയാണ്. ഡി ഡിഫ്യൂസ്, എ അലൗ, ആർ റൺ ടുവേർഡ്, ഇ എൻഗേജ്. സിമ്പിളായി പറഞ്ഞാൽ, പേടിപ്പെടുത്തുന്ന ചിന്തകളെ ഡിഫ്യൂസ് ചെയ്യുക, അതായത് അതിന്റെ ശക്തി കളയുക. ശരീരത്തിലുണ്ടാവുന്ന അസ്വസ്ഥതകളെ അലൗ ചെയ്യുക, അതായത് അതിനെ വരാൻ അനുവദിക്കുക. ഭയത്തിന് നേരെ ഓടുക, റൺ ടുവേർഡ്. എന്നിട്ട് ജീവിതത്തിൽ വീണ്ടും സജീവമായി എൻഗേജ് ചെയ്യുക. ഇന്ന് നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 സ്റ്റെപ്പുകളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് ഡിഫ്യൂസ്. അഥവാ അല്ലെങ്കിൽ വാട്ട് ഇഫ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ നമ്മൾ എന്തു ചെയ്യും? ആ നിമിഷം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു ടെക്നീക്കാണിത്. മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, അഥവാ എനിക്കൊരു പാനിക് അറ്റാക്ക് വന്നാലോ? സാധാരണ നമ്മൾ പേടിക്കും. എന്നാൽ ഡയർ റെസ്പോൺസ് എന്താണെന്നറിയോ? അതിനെന്താ, വരട്ടെ, വന്നാൽ ഞാനതിനെ നേരിടും. കണ്ടോ ആ ഒരു സോ വാട്ട് ആറ്റിറ്റ്യൂഡ്? ആ ചോദ്യത്തിന് അത്ര വില കൊടുക്കാതെ അതിനെ നിസ്സാരമാക്കുമ്പോൾ അതിന്റെ ശക്തി അവിടെ തീർന്നു. ഭയത്തിന്റെ ആ ചെയിൻ നമ്മൾ അവിടെ വെച്ച് പൊട്ടിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു വാട്ട് എവർ മനോഭാവം. വരട്ടെ, നോക്കാം എന്നൊരു കൂസലില്ലായ്മ. ആ ഒരു ഭാവം കാണിക്കുമ്പോൾ തന്നെ ആ ടെൻഷൻ പകുതി കുറയും. ഒരു ചെറിയ തീപ്പൊരി വലിയ കാട്ടുതീയായി മാറുന്നതിനു മുൻപ് നമ്മൾ അതിനെ അവിടെ വെച്ച് കെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തകളെ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു. ഇനി അടുത്തത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ്, അലൗ അഥവാ അനുവദിക്കുക. എങ്സൈറ്റി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില കാര്യങ്ങൾ സംഭവിക്കുമല്ലോ.
നെഞ്ചിടിപ്പ് കൂടും, കൈവിറയ്ക്കും, വല്ലാത്തൊരു അസ്വസ്ഥത. അതിന് നമ്മൾ എന്തു ചെയ്യും? ഇവിടെയാണ് ആ വലിയൊരു വിരോധാഭാസം കിടക്കുന്നത്. നമ്മൾ ഈ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് നമ്മളെ പിന്നാലെ വരും. അതിനോട് ഫൈറ്റ് ചെയ്താൽ അത് നമ്മളൊരു കെണിയിലാക്കും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഒന്നും ചെയ്യാതിരിക്കുക. ആ ഒരു ആന്തരികമായ വടംവലി അങ്ങ് നിർത്തുക. അതിനെ അതിന്റെ പാട്ടിന് വിടുക. ഈ ഒരു വാചകം, ഇതൊരു മന്ത്രം പോലെ മനസ്സിൽ പറയുക. ഈ ഉത്കണ്ഠ നിറഞ്ഞ വികാരത്തെ ഞാൻ അംഗീകരിക്കുന്നു, അതിന് ഞാൻ വരാൻ അനുവദിക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. ഹേയ്, കുഴപ്പമൊന്നില്ല, പോരാടേണ്ട, ഇത് കടന്നു പൊയ്ക്കോളും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ആ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിക്കും. അപ്പം നോക്കൂ, നമ്മുടെ ലക്ഷ്യം തന്നെ മാറുകയാണിവിടെ. ലക്ഷ്യം ആ അസ്വസ്ഥതയെ ഇല്ലാതാക്കുക എന്നതല്ല, മറിച്ച് ആ അസ്വസ്ഥതയിൽ സ്വസ്ഥമായിരിക്കാൻ പഠിക്കുക എന്നതാണ്. ഓക്കെ, എനിക്ക് നെഞ്ചിടിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് സ്വയം പറയാൻ പഠിക്കുക. ഈ ഫീലിംഗ്സ് അപകടകരമല്ല എന്ന് നമ്മൾ നമ്മുടെ തലച്ചോറിനെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് വരുമ്പോ ശരീരം തനിയെ ശാന്തമാകും. ഓക്കെ, അപ്പോ ഈ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് ജീവിതത്തെ പ്രാവർത്തികമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന കാര്യമാണോ? അല്ല, ഇതൊരു യാത്രയാണ്. ആ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകത്തിൽ അവരിതിനെ ഒരു യാത്രയായിട്ടാണ് കാണിക്കുന്നത്. ഉത്കണ്ഠയുടെ നാട്ടിൽ നിന്ന് രോഗശാന്തിയുടെ നാട്ടിലേക്കുള്ള ഒരു യാത്ര. ഈ മാപ്പ് നോക്കൂ. എല്ലാ യാത്രകളെയും പോലെ ഇതും എപ്പോഴും സുഗമമായിരിക്കില്ല. ചിലപ്പോ വഴിയില് കൊടുങ്കാറ്റും തിരമാലകളുമൊക്കെ ഉണ്ടാവും. അതായത് തിരിച്ചടികൾ വരും. അത് ഈ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോ ഈ യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം പാനിക് അറ്റാക്കുകളുടെ എണ്ണം കുറയും. പിന്നെ ആ പൊതുവായ ഒരു ഉത്കണ്ഠ പതിയെ കുറഞ്ഞു തുടങ്ങും. ആ പേടിപ്പിക്കുന്ന ചിന്തകൾ വരുന്നതും കുറയും. ഇടയ്ക്ക് തിരിച്ചടികൾ വരും, അത് സാരമില്ല, അതും ഈ പ്രോസസ്സിന്റെ ഭാഗമാണ്. അവസാനം ഉത്കണ്ഠയെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോകുന്ന ഒരവസ്ഥ വരും. ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം പുരോഗതി എപ്പോഴും മുകളിലേക്ക് മാത്രമുള്ളൊരു ഗ്രാഫല്ല. നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഉണ്ടാകും. അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരേയൊരാൾ നിങ്ങളാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ കണക്കൊന്ന് നോക്കൂ. അമേരിക്കയിൽ മാത്രം ഏകദേശം 4 കോടി മുതിർന്നവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ഒന്നോർക്ക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതൊരു വ്യക്തിപരമായ പരാജയമോ ബലഹീനതയോ ഒന്നുമല്ല. ഇത് ഒരുപാട് പേർ നേരിടുന്ന ഒരു സാധാരണ മനുഷ്യാനുഭവമാണ്. ഇനി ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായൊരു സന്ദേശം ഇതാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചിത്രമായി തോന്നാം. നിങ്ങളുടെ ഉത്കണ്ഠ മാറുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങൾ തന്നെയാണ്. എന്നാൽ അതിനുള്ള പ്രതിവിധിയും നിങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? മാറ്റം കൊണ്ടുവരാനുള്ള ശക്തി പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള മരുന്ന്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഡേ രീതിയെന്ന് പറയുന്നത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്കൊരു പുതിയ മാപ്പ് തരുന്നത് പോലെയാണ്. ഒരു വ്യക്തമായ വഴി. നമ്മുടെ ആ പേടിക്കുന്ന ഉത്കണ്ഠ നിറഞ്ഞ മനസ്സിനെ ഒന്ന് വഴിമാറ്റി നിർത്തിയാൽ മതി. ബാക്കി കാര്യം നമ്മുടെ ശരീരം നോക്കിക്കോളും. അതിന് സ്വയം സുഖപ്പെടാനുള്ള ഒരു അപാരമായ കഴിവുണ്ട്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉത്കണ്ഠ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? എവിടെയൊക്കെ പോകുമായിരുന്നു? ആ ഒരു ജീവിതം മനസ്സിൽ കാണുക. കാരണം അത് സാധ്യമാണ്. ഈ പുതിയ വഴികൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കും. ഉത്കണ്ഠയില്ലാത്ത സ്വാതന്ത്ര്യവും ധൈര്യവുമുള്ളൊരു ജീവിതം ശരിക്കും സാധ്യമാണ്.